സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അത് ഗംഭീര തുടക്കമായിരുന്നു. ആ ഗംഭീര തുടക്കത്തെ ഏറ്റവും നിറമാർന്നതാക്കിയത് ഈ നിൽക്കുന്ന കുരുന്നു പ്രതിഭകളാണ്. എന്തുകൊണ്ടാണ് അവർ സ്വാഗത നൃത്തമൊരുക്കിയത്? ആശ ശരത്ത്, പ്രമുഖ നടി, നർത്തകി, ഇവർക്കൊപ്പം ചേർന്ന് ഇവരങ്ങ് ആ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയെ അക്ഷരാർത്ഥത്തിൽ ഹരം കൊള്ളിച്ചു. അല്ലെങ്കിൽ കൊല്ലത്തിന്റെ ഒരു സാംസ്കാരിക തനിമയെ വിളിച്ചു തരത്തിൽ അവർ ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ചെയ്തു. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചുപൊളിച്ച് എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് പെർഫോമൻസ്? ഈ ആശ ശരത്ത് എങ്ങനെയാ എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം ഈ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ വരുമായിരുന്നു? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. തലേ ദിവസമാണ് ഒരു ദിവസം വരുത്തോളം വന്നു, പക്ഷെ മാം തലേ ദിവസം വന്ന് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസിനൊക്കെ 2 ദിവസം പ്രാക്ടീസിനൊക്കെ നിന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് മാമിന്റെ കൂടെ കളിക്കാൻ പറ്റിയത്. ഓക്കെ, ബിജു ധ്വനി തരംഗ് എന്ന നൃത്ത അധ്യാപകനാണ് ഇതിന്റെ കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഒരു തീം എന്തായിരുന്നു? തീം എല്ലാ കലാരൂപങ്ങളും ഒന്നിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രേക്ഷകരെ കാണിക്കുകയാണ്. ഓക്കെ, ഈ ആശാശരത്തിന്റെ കൂടെ എങ്ങനെ പെർഫോം ചെയ്യാൻ പേടിയുണ്ടായിരുന്നോ? ഒട്ടും പേടി തോന്നില്ലേ? വലിയ പെർഫോമർ അല്ലേ അപ്പോഴോ? ഇല്ല, ഇവിടെ പേടിയുണ്ടായിരുന്നോ? ചെറിയ ടെൻഷൻ. എന്റെ ടെൻഷൻ എങ്ങനെ മാറി? വന്നപ്പോ മാം നല്ല ഫ്രണ്ട്ലിയാണ്, മാം തന്നെ മാറ്റി തന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ആശാശരത്ത്? ഇവരൊക്കെ ഈ പല നൃത്ത ഇനങ്ങളിലായി ഈ കൊല്ലം ജില്ലാ കലോത്സവങ്ങളിൽ 1ാം സ്ഥാനവും എ കിട്ടിയവരാണ് നിങ്ങൾ എല്ലാവരും അല്ലേ? പല പല സ്കൂൾ, എത്ര സ്കൂൾ കുട്ടികളുണ്ട് ഇവിടെ? ഏതാണ്ട് കുറെ സ്കൂളിലെ കുട്ടികളുണ്ട്. ഏതായിരുന്നു മോളുടെ ഐറ്റം ജില്ലയില്? കുച്ചിപ്പുടി, കേരള നടനം. ഇവിടെയോ? ഭരതനാട്യം. ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം. 3 നർത്തകനാണല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ ഈ കൊല്ലത്തെ ഈ കലോത്സവം കലക്കോ? ഈ കൊല്ലം കണ്ടവർക്ക് ഇല്ലം വേണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? ഞാനൊക്കെ വേറെ ജില്ലയിൽ നിന്ന് വന്നാ എനിക്കൊക്കെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുമോ? കൊല്ലം അടിപൊളിയാണോ? ഉറപ്പ്? അപ്പൊ നിങ്ങളുടെ മത്സരങ്ങളൊക്കെ എന്നൊക്കെ ഇനി നിങ്ങളുടെ മത്സരം എന്നാ? എനിക്ക് മത്സരം ഇല്ല. ഓക്കെ, മോന് മത്സരം ഉണ്ടോ? ഇല്ല. ഇവിടെ സ്റ്റേറ്റ് മത്സരം ഉണ്ടോ? ഈ സ്റ്റേറ്റിൽ ഇനി കലോത്സവ വേദിയിൽ മത്സരിക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൽ? 1, 2, 3, 4, 5, 6, 7 പേരുണ്ടോ? ഓക്കെ, എന്നാ മത്സരം? കേരളം 6ാം തീയതി. ഇവിടെയോ? നാളെ മോഹിനിയാട്ടം. നാളെ ഉണ്ടോ? 7ാം തീയതി. അപ്പൊ മത്സരിക്കാനുള്ള എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി കൊല്ലം, കലക്കൻ കൊല്ലം പറയാം. അല്ല, കലകലാരവം എന്ന് പറയാൻ പറ്റുമോ? കലകലകലല്ല, കലകലാരവം. കൊല്ലത്ത് കലകലാരവം. ഉറക്കെ പറ, ക്യാമറ നോക്കി. കൊല്ലത്ത് കലകലകലമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കുട്ടികൾ അടിപൊളിയായിട്ടായിരുന്നു, ഗംഭീരമായിട്ടാണ് ഈ സ്റ്റേജിനെ ആദ്യ ദിനം അസാധ്യമാക്കിയത്. മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആശാ ശരത്തിനൊപ്പം ഈ കുട്ടികൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ന്യൂസ് 18.